മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായ ആളുകൾക്കായുള്ള തെരച്ചിലിൻ്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കുകയാണ്. ഇനി മുതൽ ആവശ്യാനുസരണമുള്ള തെരച്ചിൽ മാത്രമേ ഉണ്ടാവൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ബാങ്കിംഗ് രേഖകൾ വീണ്ടെടുക്കുന്നതിന് ഇന്ന് മേപ്പാടിയിൽ പ്രത്യേക ഒരു അദാലത്ത് കൂടി നടത്തുന്നുണ്ട്. തനീഷ് തമ്പി ചേരുന്നു ചൂരൽമലയിൽ നിന്ന്. അതുപോലെ ഷഹദ് റഹ്മാൻ കൂടി നമുക്കൊപ്പം പെട്ടെന്ന് തന്നെ ചേരും. ആദ്യം ചൂരൽമലയിൽ നിന്ന് തനീഷ് തമ്പി, ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ചൂരൽമലയിൽ ഇന്ന് യഥാർത്ഥത്തിൽ ഈ തെരച്ചിൽ ഇനി ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ഉണ്ടാവൂ എന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം എന്താണ്? ഗുഡ് മോർണിംഗ് SKN. ഇന്ന് 18ാമത്തെ ദിവസമാണ്. 124 പേർ ഇപ്പോഴും കാണാമറയത്ത്. അതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ സജീവമായി തന്നെ നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇനി അങ്ങോട്ട് തിരച്ചിൽ കഴിഞ്ഞ ആ ഒരു സജീവതയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇനി ബന്ധുക്കൾ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഇടങ്ങളിൽ, സംശയമുള്ള ഇടങ്ങളിൽ മാത്രം അത് മതി എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി കെ രാജൻ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതായത് തിരച്ചിലിന്റെ ആദ്യഘട്ടം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് അത് അവസാനിക്കും. അതിനുശേഷം ഇനി അങ്ങോട്ട് എങ്ങനെ വേണം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാകും. ഇന്ന് മന്ത്രിസഭാ ഉപസമിതിയൊക്കെ യോഗം ചേരുന്നുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന തിരച്ചിൽ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തിരച്ചിൽ മന്ദഗതിയിലായിരുന്നു. കാരണം നേരത്തെ ഉണ്ടായിരുന്ന സേനയുടേതാവട്ടെ മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ അതാകട്ടെ എണ്ണത്തിൽ വളരെ കുറവുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ JCB, ഹിറ്റാച്ചി പോലുള്ള ഈ തിരച്ചിലിന് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ അതെല്ലാം ഇവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യമുണ്ടായി. വളരെ ചുരുക്കം വാഹനങ്ങൾ, അത്തരം ഉപകരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കുറച്ച് പശുക്കളാണ്. ഇത് ഇവിടെ ഉടമസ്ഥർ നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ആരാണ് ഉടമസ്ഥർ എന്നറിയില്ല, ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന പശുക്കളാണ്. ഇതിന് എല്ലാ ദിവസവും ഈ സന്നദ്ധ പ്രവർത്തകർ കൃത്യമായി ആഹാരം കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് എല്ലാ ദിവസവും കാണുന്നൊരു പതിവ് കാഴ്ചയാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കർണാടകയിൽ നിന്നുള്ളൊരു സംഘമാണ് ഇവർക്കുള്ള തീറ്റ അവിടെ നിന്ന് എത്തിച്ചത്. അതിനുശേഷം ഈ പ്രവർത്തകരാണ്, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ആളുകൾ തന്നെയാണ് എല്ലാ ദിവസവും ഈ പശുക്കളെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അത്തരത്തിൽ പല തരത്തിലുള്ള കാര്യങ്ങളാണ്, കാഴ്ചകളാണ് ഈ ഒരു മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുക. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്തായാലും ഇന്ന് 8 മണിക്ക് തന്നെ തിരച്ചിൽ പുനരാരംഭിക്കും. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൃതദേഹങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾക്കോ വേണ്ടിയുള്ള തിരച്ചിലല്ല ഇനി നടക്കാൻ പോകുന്നത്. പ്രധാനമായും സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ ബാങ്ക് രേഖകൾ, അതുപോലെ വിലപിടിപ്പുള്ള മറ്റ് സാധനങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ തകർന്നു കിടക്കുന്ന വീടുകളിൽ നിന്ന് അവരുടെ ഉടമസ്ഥർ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് സന്നദ്ധ പ്രവർത്തകരടക്കം പോയി തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെ അങ്ങനെ നടത്തിയ തിരച്ചിലാണ് ഈ സ്കൂളിന് പുറകിലുള്ള വഴിയിൽ 4 ലക്ഷം രൂപ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയണം. പ്രത്യേകിച്ച് ഇനി ഈ 1ാം ഘട്ടം തിരച്ചിൽ അവസാനിക്കുമ്പോൾ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും അതിജീവനത്തിൻ്റെതാണ്. കാരണം ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളുകൾ ഇപ്പോൾ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നുണ്ട്. അവർക്ക് അവരെ വാടക വീടുകളിലേക്ക് മാറ്റണം, അവർക്ക് അവരുടെ പുനരധിവാസം ഉറപ്പാക്കണം, അവരുടെ ജീവിത സാഹചര്യങ്ങൾ അത് കൃത്യമായി ഉറപ്പാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള വലിയ പ്ലാൻ ഇതിനോടകം തന്നെ സർക്കാരും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരും എല്ലാം, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ യോജിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അത് വരുന്നതോടുകൂടിയായിരിക്കും ഇനിയുള്ള കാര്യങ്ങളിൽ അടുത്ത ഘട്ടം. അപ്പോൾ ഓരോ ആളുകൾക്കും ആവശ്യം വേണ്ട രേഖകൾ, അത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഒരു 2ാം ഘട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള അദാലത്തുകളും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള അദാലത്തുകൾ നടക്കുന്നുണ്ട്. ഇന്ന് ബാങ്ക് രേഖകൾക്ക് വേണ്ടിയിട്ടുള്ള അദാലത്താണ് നടക്കുന്നത്. അത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആളുകൾക്ക് ആത്മവിശ്വാസം നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടക്കുന്നു. എന്തായാലും ഇന്ന് 8 മണിക്ക് ആരംഭിക്കുന്ന തിരച്ചിൽ അതിൽ മറ്റെന്തെങ്കിലും കണ്ടെത്താൻ കഴിയും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് ഈ തെരച്ചിൽ ഇന്നത്തോടെ അവസാനിക്കുന്നതോടുകൂടി ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിജീവനം, അതിനു വേണ്ടിയിട്ടുള്ള വലിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് എല്ലാവരും യോജിച്ചു പോവുക എന്നുള്ളതാണ് ഇനിയുള്ള മുന്നിലെ വഴി. തനീഷ് തമ്പിയാണ് വയനാട്ടിലെ ചൂരൽമലയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്.